ഈ പറഞ്ഞ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്കറിയാം, അബ്ദുൽ നാസർ മഅദനി ഉസ്താദിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കൊടുത്ത ആയുസ്സിൽ അധികവും ജയിലിലാണ് ബഹുമാനിയായ ഉസ്താദ് അവர்கள் കടന്നത്. അദ്ദുനിയ സിജുനുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ ജയിലാണ് ദുനിയാവ് എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. തന്റെ നല്ല പ്രായകാലം മുഴുവനും എന്റെ പ്രിയപ്പെട്ടവരെ ജയിലറകിൽ കോയമ്പത്തൂരും ബാംഗ്ലൂരുമായി ജയിലറകളിൽ കഴിഞ്ഞു. ഇപ്പോ അദ്ദേഹം അൽഹംദുലില്ലാ ചെറിയ ഒരു ഇളവുകളൊക്കെ കിട്ടി അങ്ങനെ നാട്ടിൽ വന്നു. സത്യം പറഞ്ഞാൽ ഉസ്താദ് അവറുകൾ ഇന്ന് വെന്റിലേറ്ററിലാണ്. ഈ സമയത്ത് വളരെ സീരിയസ് ആയി ഒരു അനക്കം പോലും ഇല്ലാത്ത രീതിയിൽ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സത്യം പറഞ്ഞാൽ ആ മഅദനി ഉസ്താദ് അബ്ദുസ്സമദ് സമദാൻ ഇങ്ങനെയുള്ളവരുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടാണ് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് പ്രസംഗിക്കണമെന്നുള്ളൊരാഗ്രഹം തന്നെ തോന്നിയത്. അപ്പൊ ഉസ്താദ് അവറുകൾ ആ ജയിലറകിൽ കിടക്കുമ്പോഴും സ്വലാത്തുകൾ കൊണ്ട് ആ ഒരു സ്വലാത്ത് പറയുന്നതിന്റെ മഹത്വങ്ങളെ കുറിച്ചൊക്കെ പ്രസംഗിച്ച വലിയൊരു പണ്ഡിതനാ. ഇപ്പൊ വളരെ സീരിയസ് ആയി വെന്റിലേറ്ററിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവറുകൾ അല്ലാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് മഹാനായ മാലിക് ദിനാർ തങ്ങളുപ്പാട മഖാമിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അൽഹംദുലില്ലാ, ഈ ഒരു മജ്ലിസിൽ ഇരുന്നു കൊണ്ട് അൽഹംദുലില്ലാ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഈ ഒരു ദുആയേ ഉള്ളൂ. നോമ്പുകാരായി നിന്നുകൊണ്ട് നമുക്കൊരു ആമീൻ പറയാം, ഒരു ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല